Hi students, data mining classes, data preprocessing steps ആണ് നമ്മൾ മൊഡ്യൂൾ 2 നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാറ്റ പ്രീപ്രോസസ്സിംഗിലെ ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നോക്കി. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡാറ്റ റിഡക്ഷൻ, എങ്ങനെ ഡാറ്റ റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വോളിയം, അതിൻ്റെ ആ ഒരു വലുപ്പം കുറയ്ക്കാം എന്നതാണ് ഡാറ്റ റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഒരു വലിയൊരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് അതിന്റെ ഒരു റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് അത് ഡാറ്റ മൈനിങ് പർപ്പസിലേക്ക് കൊടുത്താലും നമുക്ക് കറക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ആ രീതിയിൽ നമ്മൾ ഡാറ്റയെ റെഡ്യൂസ് ചെയ്യാം ഫോർ ഡാറ്റ മൈനിങ് ടാസ്ക്. അതാണ് ഡാറ്റ റിഡക്ഷൻ സ്റ്റെപ്സിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് 3 മെത്തേഡുകളാണ്: ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, ന്യൂമറോസിറ്റി റിഡക്ഷൻ ആൻഡ് ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ. നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലും നോക്കിയിട്ടുണ്ട്. ഏകദേശം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അഥവാ നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് വേറൊരു എൻകോഡ് ചെയ്യുക ചെയ്യണം. അതുപോലത്തെ കൺസെപ്റ്റ് തന്നെയാണ് ആക്ച്വലി ഇൻ ഡാറ്റ റിഡക്ഷൻ സ്റ്റെപ്പ് ഓൾസോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എലിമിനേറ്റ്സ് ദ ആട്രിബ്യൂട്ട് ഫ്രം ദ ഡാറ്റ സെറ്റ് അണ്ടർ കൺസിഡറേഷൻ. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ ഡിലീറ്റ് ചെയ്യാം, thereby reducing the volume of original data. വേറെ രീതിയിലെന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റ സൈസ്, അതിന്റെ വലുപ്പം, അതിന്റെ ആ ഒരു ഹൈ വാല്യൂ ഒക്കെ ആണെങ്കിൽ ആ വാല്യൂനൊക്കെ കുറച്ച് കൊണ്ടുവരാം. ആ രീതിയിലും നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ നടത്തും. അങ്ങനെയുള്ള 3 മെത്തേഡുകളാണ് മെയിൻ ആയിട്ടുള്ളത്: വേവ്ലെറ്റ് ട്രാൻസ്ഫോം, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ആൻഡ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. ഇപ്പോൾ നമ്മുടെ വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഡാറ്റ റിഡക്ഷനിൽ, ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്നതാണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ, സപ്പോസ് എ ഡാറ്റ വെക്ടർ എ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂമറിക്കലി ഡിഫറെന്റ് ഡാറ്റ വെക്ടർ എ ഡാഷ് സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് എ ഡാഷ് വെക്ടർ ആർ ഓഫ് ദ സെയിം ലെങ്ത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഉണ്ട്. അതിലൊരു 10 വാല്യൂസ് ഉണ്ട്. അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. പക്ഷെ ആ വാല്യൂനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്കത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സുകളുടെ ബൈനറി വാല്യൂസിന്റെ ഒക്കെ എണ്ണവും വാല്യൂ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ട്രങ്കേറ്റഡ്, നമ്മൾ അതിനൊന്ന് അമർത്തി വെക്കുക, ഒന്നിങ്ങനെ കുറച്ച് വെക്കുക. അപ്പൊ നമുക്കൊരു കംപ്രസ്ഡ് ഡാറ്റ ആയിട്ട് മാറും. അപ്പൊ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും, പല കോഎഫിഷ്യന്റുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് തിരിച്ച് ആക്ച്വൽ ഡാറ്റയിലേക്ക് അതിനെ റീഫോർമാറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഉള്ള ഡാറ്റയെ നമ്മൾ വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഒരു കംപ്രസ്ഡ് സ്റ്റേജിലേക്ക് നമുക്ക് വാല്യൂവിന് എത്താൻ പറ്റും. അപ്പൊ അതിന് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതിൽ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെ ആയിരിക്കാം വേവ്ലെറ്റ് ട്രാൻസ്ഫോം വർക്ക് ചെയ്യുക എന്നതിന്റെ ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കില്ല, പക്ഷെ നിങ്ങളുടെ എക്സാം ബേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഡാറ്റ ഇതാണെന്ന് വിചാരിക്കാം. നമ്മുടെ ആക്ച്വൽ അറേ പോലെയുള്ള ഡാറ്റയാണത്. ടോട്ടൽ 8 എലമെന്റ്സ് ഉണ്ട്. അത്യാവശ്യം വലിയ വാല്യൂസ് ആണ് അല്ലെ. 56, 48, 24, 48, 48, 40 ആൻഡ് 60. അപ്പൊ അതിനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ വേവ്ലെറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ ആവറേജ് കാണാം. ദിസ് വാല്യൂ പ്ലസ് ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതാണ് ഇത്. പിന്നെ ദിസ് പ്ലസ് ദിസ് ഡിവൈഡഡ് ബൈ 2 ആണ് ഇത്. ആവറേജ് അടുത്തടുത്തതായിട്ടുള്ള എലമെന്റ്സിന്റെ ആവറേജ് കാണുന്നു. അതാണ് ഇത്ര വരെയുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ വാല്യൂസ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 2 എലമെന്റ്സ് 56 പ്ലസ് 40 ബൈ 2, അതാണ് നമ്മുടെ 48. അപ്പൊ 56ഉം 40 നമ്മളിപ്പോ യൂസ് ചെയ്തു. ഇനി അടുത്തത് 8 പ്ലസ് 24 ബൈ 2. 8 പ്ലസ് 24 ബൈ 2 ആണ് 16. 8 പ്ലസ് 24 ബൈ 2 ആണ് 16. 48 പ്ലസ് 48 ഡിവൈഡഡ് ബൈ 2 ആണ് 48. നെക്സ്റ്റ് ലാസ്റ്റ് എലമെന്റ് 40 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 28. അങ്ങനെ 4 എലമെന്റ്സ് കിട്ടി. അതാണ്. പിന്നെ ബാക്കിയുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ആവറേജ്. നമ്മള് ഒരു എലമെന്റ് അതിന്റെ ആവറേജ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് 56 മൈനസ് 48, അതാണ് ഇവിടെ ഫസ്റ്റത്തെ 56 മൈനസ്. ഇപ്പൊ 56ഉം 40യും തമ്മിലുള്ളതിന്റെ ആവറേജ് ആയിരുന്നു ഇത് 48. അപ്പം അതിന്റെ ഫസ്റ്റ് എലമെന്റ് 56 മൈനസ് 48 ഇവിടെ. ഇനി നമ്മൾ 8ഉം 24ഉം തമ്മിലുള്ള നമുക്ക് 16 എങ്ങനെയാ കിട്ടിയത്? ഈ ആവറേജ് എങ്ങനെയാണ്? 8 പ്ലസ് 24 ബൈ 2 അല്ലേ, അതാണ് 16. അപ്പോൾ ഈ 8ഉം
ഈ 16 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 8 മൈനസ് 16 അതാണ് -8. ഇനി നമുക്ക് 48 കിട്ടിയത് 48 പ്ലസ് 48 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 48 മൈനസ് 48 ചെയ്യുക, അത് 0 കിട്ടി. നമുക്കതിന് 40 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2 ആണ് 28. അപ്പോൾ 40 മൈനസ് ദിസ് 28 12 കിട്ടി. അപ്പം അങ്ങനെ നമ്മുടെ വാല്യൂവിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതേ സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ആവറേജ് കൊണ്ട് മൈനസ് ചെയ്തതിനെ കൺസിഡർ ചെയ്യുന്നില്ല, അത് അതുപോലെ അങ്ങോട്ട് എടുത്തെഴുതുക ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 48 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 32. 48 പ്ലസ് 28 48 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2 38 അത് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? 48 മൈനസ് 32 ദാറ്റ് ഇസ് 16. 48 മൈനസ് 38 ദാറ്റ് ഇസ് 10. ഇനി ഇത് ഇതുപോലെ എടുത്ത് എഴുതുന്നു, ഇതിനെ നമ്മൾ മാറ്റം വരുത്തുന്നു. 32 പ്ലസ് 38 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 35. ഇനി 32 മൈനസ് 35 ദാറ്റ് ഇസ് -3. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എത്തി നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ആകെ 2 എലമെന്റ് പോലെ എത്തി. ഇനി അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് അവിടെ നിർത്തും. നമ്മൾ വാല്യൂ റെഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്കതിനെ തിരിച്ച് റീട്ടേൺ ചെയ്യുന്ന കൺസെപ്റ്റ് കാൽക്കുലേഷൻ വേറെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് 35 മൈനസ് ഇതല്ലേ ഇപ്പൊ ആക്ച്വൽ 2 എലമെന്റ് ഇത് മാത്രമാണ്. ആക്ച്വൽ കാൽക്കുലേഷന്റെ ലാസ്റ്റ് എലമെന്റ് ഇതാണ്. ഇത് നമ്മൾ ഇതന്നെ ഇങ്ങോട്ട് എഴുതിയതാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റിട്ടൈനിങ് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, പിന്നെ സബ്ട്രാക്ട് ചെയ്യുക. ഇതും തമ്മിൽ ആഡ് ചെയ്യുക, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ആദ്യം ആഡ് ചെയ്യുന്നു 35 പ്ലസ് -3. ഇപ്പൊ 35 പ്ലസ് -3 എന്ന് പറയുമ്പോൾ 35 -3 ദാറ്റ് ഈസ് 32. ഇനി 35 മൈനസ് -3 അപ്പൊ ഇതെന്തായി? 35 പ്ലസ് 3 ദാറ്റ് ഈസ് 38. അപ്പൊ ഇത് ഇങ്ങോട്ട് തിരിച്ചുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇത് ഇതുപോലെ എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ. ഇപ്പൊ നമ്മളുടെ ഈ 2 എലമെന്റ് ആണുള്ളത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻസ് അപ്പൊ ഇതിനെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതും 32 പ്ലസ് 16 അതാണ് 48. 32 മൈനസ് 16 അതാണ് 16. അഥവാ ഇത് രണ്ടും നമ്മൾ പുതിയത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. അപ്പൊ ഇതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 32 ഈ രണ്ടെണ്ണല്ല, അടുത്ത ഈ 2 ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പായിട്ടും ഇതൊരു ഗ്രൂപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 32 പ്ലസ് 16 ദാറ്റ് ഈസ് 48. ഇവിടെ ആവറേജ് അല്ല കേട്ടോ. പിന്നെ ഉള്ളത് 32 മൈനസ് 16 അതാണ് അടുത്ത എലമെന്റ്. ഇനി ഇത് രണ്ടിനെ കൺസിഡർ ചെയ്ത് 38 പ്ലസ് 10 48. 38 മൈനസ് 10 28. ഓക്കെ, അത് കിട്ടി. ഇതതുപോലെ തന്നെ എഴുതി. ഇനി എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ എങ്ങനെയാണോ നോക്കൂ. അപ്പൊ നമ്മൾ ഈ രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത നമ്മൾ ഒരേപോലെ എടുത്തെഴുതിയ 16ഉം 10ഉം ആണ്. ഈ 4 എണ്ണം നമുക്ക് എത്തി. ഈ 4 എണ്ണവും ഈ 4 എലമെന്റ്സും ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഏതാണ് 8. അപ്പൊ നമ്മൾ 48 പ്ലസ് 8 48 പ്ലസ് 8 ദാറ്റ് ഈസ് 56. 48 മൈനസ് 8 ദാറ്റ് ഈസ് 40. ഇനി 16 പ്ലസ് 8 ദാറ്റ് ഈസ് 18. 8 16 പ്ലസ് മൈനസ് അത് നമ്മൾ അഡീഷൻ അല്ലേ ചെയ്യണം. അപ്പൊ 16 പ്ലസ് -8 ദാറ്റ് ഈസ് 8. പിന്നെ 16 മൈനസ് -8 ദാറ്റ് ഈസ് 24 ആഡ് ചെയ്തു. ഇനി 48 പ്ലസ് 0 48. 48 മൈനസ് 0 48. ഇനി 28 പ്ലസ് 12 40. 28 മൈനസ് 12 16. അപ്പൊ നമ്മുടെ യഥാർത്ഥ വാല്യൂലേക്ക് നമ്മൾ തിരിച്ചെത്തി. തിയറി വൈസിൽ ജസ്റ്റ് ഇൻഫർമേഷൻ എഴുതിയാൽ മതിയായിരിക്കും. എനിവേ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഡയമെൻഷനിൽ റെഡ്യൂസ് ചെയ്യുക, പ്രിൻസിപ്പൽ കമ്പണന്റ് അനാലിസിസ്. ഇതും വലിയൊരു കൺസെപ്റ്റ് ആണ് കാൽക്കുലേഷൻ ബേസിൽ. നമ്മൾ ആ കാൽക്കുലേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നില്ല, ഓൺലി തിയറിറ്റിക്കൽ സംഭവമാണ് നമ്മൾ നോക്കുന്നത്. പ്രിൻസിപ്പൽ കമ്പണന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. XY എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ 20 13 23 22 10 8 എന്ന് പറഞ്ഞിട്ട് ഒരു 2 വേരിയബിൾ അഥവാ 2 ഡയമെൻഷനിലെ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ രണ്ടിനെയും കൂടെ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അതൊരു പുതിയ ഒരൊറ്റ
ഡയമെൻഷൻ ആക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റുക. അപ്പൊ നമ്മൾക്ക് 2 റോ സേവ് ചെയ്യേണ്ടടുത്ത് എന്ത് ചെയ്താൽ മതി, 1 റോ സേവ് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ആദ്യം അതിന്റെ മീൻ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെയുള്ള ഓരോന്നിന്റെ മീൻ കണ്ടുപിടിച്ച് അതിന്റെ മാട്രിക്സ് മീൻ, കോറിലേഷൻ, അങ്ങനെ പല വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരു കാൽക്കുലേഷൻ ആണ്. നമ്മൾ കാൽക്കുലേഷനിലേക്ക് ഇവിടെ പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഉള്ള വാല്യൂനെ 2 വാല്യൂനെ റെഡ്യൂസ് ചെയ്ത് ഒരൊറ്റ വാല്യൂലേക്ക് മാറ്റുന്നതിനെയാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ വി ഹാവ് ഓൾറെഡി നോ. നമ്മൾ ആട്രിബ്യൂട്ടിന്റെ ഒരു സബ്സെറ്റിനെ സെലക്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു എന്ത് ഡാറ്റ മൈനിങ് പർപ്പസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനാവശ്യമുള്ള കോർ ആട്രിബ്യൂട്ട്സിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ടേബിളിൽ ഒരുപാട് ഡാറ്റയുണ്ട്. എല്ലാ ഡാറ്റയും ആ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡാറ്റയും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നു ഡാറ്റാബേസിൽ. പക്ഷെ ഒരു ഡാറ്റ മൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മേ ബി ചില കാര്യങ്ങൾ മാത്രമേ റെലവെന്റ് ആവുള്ളൂ. ബാക്കി ചിലപ്പം റിഡൻഡൻസി ഉള്ളതായിരിക്കാം, ഇറെലവെന്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കാം. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സബ്സെറ്റിനെ സെലക്ട് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞത്. ദ കോർ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ റെഡ്യൂസസ് ദ ഡാറ്റ വോളിയം ആൻഡ് ഡയമെൻഷനാലിറ്റി. ദ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ റെഡ്യൂസസ് ദ വോളിയം ഓഫ് ഡാറ്റ ബൈ എലിമിനേറ്റിംഗ് റിഡൻഡന്റ് ആൻഡ് ഇറെലവന്റ് ആട്രിബ്യൂട്ട്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡയമെൻഷനാലിറ്റി റിഡക്ഷനിലെ മെയിൻ മെത്തേഡ്സ് ആണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ആൻഡ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡാറ്റ റിഡക്ഷനിൽ 3 മെയിൻ മെത്തേഡ് ആയിരുന്നു. ഫസ്റ്റ് വൺ ഇസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, നെക്സ്റ്റ് ഇസ് ന്യൂമറോസിറ്റി റിഡക്ഷൻ. അതിൽ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ദ ന്യൂമറോസിറ്റി റിഡക്ഷൻ റെഡ്യൂസസ് ദ ഒറിജിനൽ ഡാറ്റ വോളിയം ആൻഡ് റെപ്രസെന്റ്സ് ഇറ്റ് ഇൻ എ സ്മോളർ ഫോം. ഒന്ന് ചെറുതായി റെപ്രസെന്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ആ ഡാറ്റയെ മാറ്റുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ടെക്നിക്കുകളാണ്. ഒന്ന് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് റിഡക്ഷൻ ഉണ്ട്. 2 മെയിൻ ടൈപ്പാണ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. അതിൽ പാരാമെട്രിക്കിൽ വരുന്നത് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. നോൺ പാരാമെട്രിക്കില് ഹിസ്റ്റോഗ്രാം, ക്ലസ്റ്ററിംഗ്, സാമ്പിളിംഗ്, ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ ആൻഡ് ഡാറ്റ കംപ്രഷൻ. അങ്ങനെ 5 മെത്തേഡുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പാരാമെട്രിക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പാരാമെട്രിക് ന്യൂമറോസിറ്റി റിഡക്ഷൻ ഇൻകോർപ്പറേറ്റ് സ്റ്റോറിംഗ് ഓൺലി ഡാറ്റ പാരാമീറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഒറിജിനൽ ഡാറ്റ. അതിന്റെ എന്തെങ്കിലും ഒരു പാരാമീറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ആ റിലേഷൻ മാത്രം സേവ് ചെയ്യുക. അപ്പൊ നമ്മളിനി എക്സിന് ഇന്ന വാല്യൂ ആണെങ്കിൽ വൈന് ഇന്ന വാല്യൂ ആവുന്ന ആ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മൈനിങ് പർപ്പസിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു മെയിൻ റിഡക്ഷൻ മെത്തേഡാണ് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ മെത്തേഡ്. റിഗ്രഷൻ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലീനിയർ റിഗ്രഷൻ ഓർ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ വഴി അതിനെ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാം. ആ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വലിയ ഡാറ്റ ആണെങ്കിലും അതിന്റെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പിന്നെ അത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാരാമീറ്ററിനെ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു കൺസെപ്റ്റ് ആണ് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ. അതിൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ആട്രിബ്യൂട്ട്സ് ബൈ മോഡലിംഗ് എ ലീനിയർ ഇക്വേഷൻ. നമ്മൾ ലീനിയർലി ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. വൈയും എക്സും ഉണ്ടായിരിക്കും, 2 കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ് യൂസ് ചെയ്തിട്ട് വൈനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സും വൈയും എത്ര വാല്യൂ ഉണ്ടോ അത് മൊത്തം കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ വേറൊരു കൺസെപ്റ്റ് ആണ് ദാറ്റ് ഈസ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ലെറ്റ് ദ റെസ്പോൺസ് വേരിയബിൾ വൈ മോഡൽ ലീനിയർ ഫംഗ്ഷൻ ബിറ്റ്വീൻ 2 or more പ്രെഡിക്റ്റർ വേരിയബിൾ. അഥവാ വൈയെ നമ്മൾ 2 എക്സ് മാത്രമല്ല 2 ഇവിടെ എക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് വൈനെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ എക്സും വേറെ ഏതെങ്കിലും 2 മോർ ദാൻ 1 വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വൈനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. ഇനി ലോഗ് ലീനിയർ മോഡൽ ഡിസ്കവേഴ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് ഇൻ ദ ഡാറ്റാബേസ്. നമ്മുടെ 2 or 3 ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്, ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ്, ഒരാൾ ഇൻഡിപെൻഡന്റ് ഒരാൾ ഡിപെൻഡന്റ് അല്ല, അവർ തമ്മിലുള്ള ഒരു ലീനിയർ മോഡൽ ഡിസ്കവർ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വാല്യൂസിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് വി ഹാവ് എ സെറ്റ് ഓഫ് ടപ്പിൾസ് പ്രസന്റഡ് ഇൻ n dimensional space, then the log linear model is used to study the probability of each tuple in a multi-dimensional space. നമ്മൾ മൾട്ടി ഡയമെൻഷണൽ വ്യൂ ഒക്കെ പോലെ നമുക്ക് അതിന്റെ മൊത്തം എല്ലാ ടപ്പിൾസിന്റെയും ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ലോഗ് ലീനിയർ മോഡൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ആ മോഡൽ നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ അത് വെച്ചിട്ടുള്ള ഈ എല്ലാ ഡയമെൻഷനും എല്ലാ ആട്രിബ്യൂട്ട്സിനെയും നമുക്ക് തിരിച്ചും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ. ഇനി നോൺ പാരാമെട്രിക്കിലുള്ളത് ഒരുപാട് എണ്ണം ഉണ്ട്. നോൺ പാരാമെട്രിക് ന്യൂമറോസിറ്റി റിഡക്ഷൻ ടെക്നിക് ഡസ് നോട്ട് അസ്യൂം എനി മോഡൽ. ഒരു മോഡലിലേക്കൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഒരു യൂണിഫോം റിഡക്ഷൻ നടത്തുകയാണ്.
നമ്മൾ ഡാറ്റയുടെ സൈസോ വോളിയം ഒന്നും നോക്കാണ്ട് പാരാമെട്രിക് ബേസിലല്ല, നോൺ പാരാമെട്രിക്. അപ്പൊ അതിൽ വരുന്ന കൺസെപ്റ്റുകൾ ടെക്നിക്ക് ഏതൊക്കെയാണ്? ഹിസ്റ്റോഗ്രാം, ക്ലസ്റ്ററിംഗ്, സാമ്പിളിംഗ്, ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ ആൻഡ് ഡാറ്റ കംപ്രഷൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. നോൺ പാരാമെട്രിക്കിലെ ഹിസ്റ്റോഗ്രാം, ഡാറ്റ റിഡക്ഷനിലെ ന്യൂമറോസിറ്റി റിഡക്ഷനിലെ നോൺ പാരാമെട്രിക്കിലുള്ള ഹിസ്റ്റോഗ്രാം ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, എ ഹിസ്റ്റോഗ്രാം ഇസ് എ ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ്സ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ which describe how often a value appears in the data. Histogram uses the binning method to represent an attribute data distribution. നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഹോൾ ഡാറ്റ, അപ്പോൾ 1 to 100 വരെ ഡാറ്റ ഉണ്ടെങ്കിൽ, 1 to 1000 വരെ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ട് ആ ഗ്രൂപ്പിൽ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ 1 to 10 വരെ എത്ര വാല്യൂ വരുന്നുണ്ട് അതിന്റെ ഫ്രീക്വൻസി എടുത്തിട്ട് അത് വെച്ചിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹോൾ ഡാറ്റ 1000 ഡാറ്റ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് ഇന്റർവെല്ലും ഇതിന്റെ ഫ്രീക്വൻസിയും അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായി നമുക്കത് കുറഞ്ഞു. അപ്പൊ നമുക്കറിയാം അതിന് നമ്മൾ ബിന്നിങ് മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ് വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് സോർട്ട് ചെയ്തിട്ട് ഓരോരോ ബക്കറ്റ് ആക്കി മാറ്റുക. ആ ബക്കറ്റിനനുസരിച്ച് നമ്മൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഹിസ്റ്റോഗ്രാം ക്യാൻ റെപ്രസെന്റ് എ ഡെൻസ്, സ്പാർസ്, യൂണിഫോം ഓർ സ്ക്യൂഡ് ഡാറ്റ ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി വൺ ആട്രിബ്യൂട്ട്. ദ ഹിസ്റ്റോഗ്രാം ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഫോർ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ്. ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി റെപ്രസെന്റ് അപ് ടു 5 ആട്രിബ്യൂട്ട്സ്. നമുക്ക് ഒന്നിന്റെ രണ്ട് വേരിയബിൾ ബേസിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം അപ് ടു 5 ആട്രിബ്യൂട്ട്സ് വരെ നമുക്ക് ഹിസ്റ്റോഗ്രാം ബേസിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്ത് അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ മൈനിങ് പർപ്പസിലേക്ക് അത് ഈസി ആയിരിക്കും. നമ്മുടെ ഡാറ്റ റിഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് clustering. Clustering techniques group similar objects from the data so that the objects in a cluster are similar to each other. നമ്മൾ ക്ലസ്റ്റർ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ബേസിലുള്ള ഇതെല്ലാം ഒരു മീനിങ് ഉള്ളതാണെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനൊരു വേറൊരു വാല്യൂ കൊടുക്കുക. അപ്പൊ ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫർദർ മൂവ്മെന്റ് നടത്താം. അപ്പൊ നമ്മള് ഡിഫറെന്റ് ക്ലസ്റ്റർ ആക്കി മാറ്റുക. അപ്പൊ ഇതിപ്പോ ക്ലസ്റ്റർ 1 എല്ലാ എലമെന്റ്സിനും ഒരു ബിഹേവിയർ ആയിരിക്കും. ക്ലസ്റ്റർ 2 മേ ബി ഡിസിമിലർ ടു ക്ലസ്റ്റർ 1. അങ്ങനെയുള്ള ഗ്രൂപ്പിംഗ് കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഹൗ മച്ച് സിമിലർ ആർ ദ ഒബ്ജക്ട് ഇൻസൈഡ് എ ക്ലസ്റ്റർ ക്യാൻ ബി കാൽക്കുലേറ്റിംഗ് എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. മോർ ഇസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ഇൻ എ ക്ലസ്റ്റർ ക്ലോസർ ദേ അപ്പിയർ ഇൻ ദ ക്ലസ്റ്റർ. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ബേസിൽ നമ്മൾ ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണ്. അപ്പൊ ചിലപ്പം നമ്മുടെ ആ ഫംഗ്ഷനിൽ വളരെ സെയിം വാല്യൂ കിട്ടുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റും. ചിലപ്പം ക്ലോസ്ലി ആവില്ല, കുറച്ച് ലൂസ്ലി അപ്പിയർ ആയിരിക്കും. എനിവേ നമ്മുടെ വാല്യൂ ബേസിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ദ ക്വാളിറ്റി ഓഫ് ദ ക്ലസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയമീറ്റർ ഓഫ് ദ ക്ലസ്റ്റർ. ദ മാക്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട് ഇൻ ദ ക്ലസ്റ്റർ, അതാണ് ഡയമീറ്റർ. അപ്പൊ നമ്മളിപ്പോ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മളിപ്പോ ഗ്രൂപ്പ് ചെയ്തു. ഇപ്പൊ 8 കുറെ 8 ഉണ്ട്, 9, 8.5, 7 ഇങ്ങനെയുള്ളതാണ് ഗ്രൂപ്പ് ചെയ്തെങ്കിൽ നമ്മൾ ഒരു മാക്സിമം ഇങ്ങനെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ, ഇപ്പൊ ഇതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്. ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണ്, ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണ്, ഇതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 ആണ്, ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5. ഇനി അപ്പം ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ 9 - 7 2 ആണ്. അപ്പൊ ഇതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുക. ആ ഡയമീറ്ററിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കും ദ ക്വാളിറ്റി ഓഫ് ദ ക്ലസ്റ്റർ. അപ്പൊ അത്രയും സിമിലർ ഒബ്ജക്റ്റിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഫർദർ സ്റ്റെപ്പ്. This technique is more effective if the present data can be classified into distinct clusters. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റ ആണെങ്കിൽ മാത്രമാണ് ഇത് എഫക്റ്റീവായി മാറുന്നത്. ദാറ്റ് ഈസ് അനദർ ഡാറ്റ റിഡക്ഷൻ ടെക്നിക്. നെക്സ്റ്റ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ഡാറ്റ റിഡക്ഷൻ ഇസ് സാമ്പിളിംഗ്, ആസ് ഇറ്റ് ക്യാൻ റിഡ്യൂസ് ദ ലാർജ് ഡാറ്റ സെറ്റ് ഇൻ ടു മച്ച് സ്മോളർ ഡാറ്റ സാമ്പിൾ. ഇപ്പൊ നമ്മൾ പോപ്പുലേഷൻ സാമ്പിൾ എന്നൊക്കെ പോലെ നമ്മുടെ ഹോൾ ഡാറ്റയിൽ നിന്ന് നമ്മൾക്ക് ഒരു സാമ്പിൾ എടുക്കുക. അപ്പൊ ആക്ച്വലി ദിസ് സാമ്പിൾ ഇസ് റെപ്രസെന്റ് ദ ബിഹേവിയർ ഓഫ് ഓൾ ദിസ് ബിഗ് ഡാറ്റ സെറ്റ്. അപ്പൊ അതിന് ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉണ്ട്, നമ്മൾക്കത് നോക്കാം. ഡാറ്റ സെറ്റിൽ n ടപ്പിൾസ്, ഇപ്പൊ നമ്മളുടെ ഒരു ഡാറ്റ സെറ്റ് ആണ് D, അതിൽ n ടപ്പിൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഓഫ് സൈസസ്. അതാണ് അതിന്റെ SRSWOR എന്നാണ് അതിനെ സ്മോൾ ആയിട്ട് പറയാ. സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഓഫ് സൈസസ് നോക്കാം നമുക്ക്. ആൻഡ് ദസ് സം ടപ്പിൾസ് ആർ drawn from n ടപ്പിൾസ് സച്ച് ദാറ്റ് ഇൻ ദ ഡാറ്റ സെറ്റ് D S less than n. ഇപ്പൊ ടോട്ടൽ n ടപ്പിൾസ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നമ്മൾ സാമ്പിൾസിന് വേണ്ടി എടുക്കുന്നു, ദാറ്റ് ഈസ് S less than n. അപ്പൊ ഏത് എടുക്കണം എന്നുള്ളത്, ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എനി ടപ്പിൾ ഫ്രം ദ ഡാറ്റ സെറ്റ് D into D is 1/n.
അഥവാ അതിന്റെ പ്രോബബിലിറ്റി 1/n ആണ്. ദിസ് മീൻസ് ഓൾ ടപ്പിൾസ് ഹാവ് എൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സാമ്പിൾ. ഇപ്പൊ നമ്മുടെ കയ്യിൽ n സാമ്പിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എസിലേക്ക് നമുക്ക് എടുക്കാം. അത് ഓരോന്നിനും ഒരു എന്തെങ്കിലും മീനിങ്ങോ എന്തെങ്കിലും ഇല്ല, റാൻഡം ആണ്. നമുക്ക് ഏതും നമുക്ക് സാമ്പിളിങ്ങിനെ എടുക്കാം. അത് ആ സമയത്ത് നമ്മൾ അതിൽ നിന്നൊരു ആവശ്യമുള്ളത് മാത്രം ഒന്ന് എടുത്ത് റെഡ്യൂസ് ചെയ്യുക. അതാണ് ഒരു ടെക്നിക്. നെക്സ്റ്റ്, സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെന്റ്. ഇവിടെ റീപ്ലേസ്മെന്റ് ഉണ്ട്. മറ്റേത് നമ്മൾ ചുമ്മാ ഇങ്ങ് എടുക്കുകയാണ്. അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ വരുന്നത് it is similar to the previous one, but the tuple is drawn from the dataset D is recorded and then replaced into the dataset D so that it can be drawn again. Transaction ആയിട്ട് T1, T2, T3, T4, T5, T6, T7 and T8 ഉണ്ട്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് T5നും T1നും T8, T6 എടുത്തു. പിന്നെ വേറൊരു സാമ്പിളിൽ T4, T7, T4, T1 എടുക്കുക. നമ്മൾ റാൻഡംലി അങ്ങ് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് അതിലിപ്പോ നോക്കൂ, ഇത് SRS വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്, ഇത് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇത് നോക്കൂ, ഇതിൽ നമ്മൾ റാൻഡം ആയിട്ട് T5നും T1നും T8ഉം T6ഉം 4 സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ടപ്പിളിനെയാണ് എടുത്തത്. ഇവിടെ T4, T7, T4, T1 കണ്ടോ, ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്തു. T4ഉം T4 സെയിം ഇതിനെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ടപ്പിൾസ് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സാമ്പിൾ ആണ് ഫസ്റ്റ് SRS WOR വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ എടുക്കുന്നത്. ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റിൽ നമുക്ക് സിമിലർ ടപ്പിൾസിന് നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട്. അതാണ് ഒരു ഡിഫറെന്റ് ആയിട്ട് പറയാനുള്ളത്. വേറൊരു സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദ ടപ്പിൾസ് ഇൻ ഡാറ്റാ സെറ്റ് D are clustered into M mutually disjoint subset. നമ്മളത്തെ നേരത്തെ ക്ലസ്റ്ററിംഗ് ഒക്കെ പോലെയാണ്. സാമ്പിളില് D എന്ന് പറഞ്ഞ ഡാറ്റാ സെറ്റില് നമ്മൾ ഒരു മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ് ആക്കിയിട്ട്, ഇപ്പൊ D1, D2 സബ്സെറ്റ് ആക്കിയിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡാറ്റ റിഡക്ഷൻ ക്യാൻ ബി അപ്ലൈഡ്. നമ്മൾ ആ ക്ലസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിമ്പിൾ റാൻഡം സെലക്ഷൻ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ടെക്നിക് ആണ്. എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് S could be generated from this clusters where S less than M. നമ്മൾക്ക് ഇങ്ങനെ നമ്മളിപ്പോ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് M ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഇപ്പൊ അപ് ടു M ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. അത് നമ്മൾ SRS WOR യൂസ് ചെയ്തിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് ഓരോ ക്ലസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു സബ്സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് S ലെസ് ദാൻ M. നമ്മുടെ സാമ്പിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര മ്യൂച്വലി ക്ലസ്റ്റേഴ്സ് ഉണ്ടോ, അപ്പൊ ഓരോ ക്ലസ്റ്റേഴ്സ് ഇപ്പൊ ഒന്ന് വേഗം എടുക്കുക. ഇപ്പൊ ഓരോന്നിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഡിസ്ജോയിന്റ് സബ്സെറ്റ് ഉണ്ടാക്കിയോ അതിനേക്കാളും ചെറുതായിരിക്കണം. അതിനെയാണ് ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ആണ്. എ ലാർജ് ഡാറ്റ സെറ്റ് D is partitioned into mutually disjoints called strata. നമ്മൾ ക്ലസ്റ്ററിംഗ് പോലെയാണ്, പക്ഷെ ഇവിടെ അതിനെ പറയുന്നത് സ്ട്രാറ്റ ആണ്. എ സിമ്പിൾ റാൻഡം സാമ്പിൾ is taken from each stratum to get stratified data. അപ്പോൾ ഒരു സ്ക്യൂഡ് ഡാറ്റ ഉണ്ടാവില്ല. അപ്പൊ ഒന്നെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം സ്ക്യൂ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ലെഫ്റ്റ് സ്ക്യൂഡ്, റൈറ്റ് സ്ക്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേപോലെയുള്ള ഒരു മൂവ്മെന്റ് കാണിക്കുന്ന ഡാറ്റ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ആണ് യൂസ് ചെയ്യുക. അതിൽ നമ്മൾ ഇതേപോലെ നേരത്തെ ക്ലസ്റ്ററിൽ പോലെ നമ്മൾ മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ് ഉണ്ടാക്കിയ പോലെ ഇവിടെ സ്ട്രാറ്റ എന്ന പേരിൽ സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നും റാൻഡം ആയിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് സ്ട്രാറ്റിഫൈഡ് ഡാറ്റ ഉണ്ടാക്കുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾ ബേസിലൊക്കെ ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് ഏതൊരു ഡാറ്റ സയൻസ് റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആ ലെവലിലല്ല. ഇപ്പോൾ ഓൺലി വി ആർ കൺസിഡറിങ് ദ തിയറിറ്റിക്കൽ വ്യൂ ഓഫ് ദിസ് ഓൾ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ. അത് വളരെ എളുപ്പമാണ്. ഈ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ വ്യൂലൊക്കെ നമ്മൾ നോക്കിയ ഒരു സംഭവമാണ്. നമ്മൾ അതിനെ യൂസ്ഡ് ടു അഗ്രിഗേറ്റ് ഡാറ്റ ഇൻ എ സിമ്പിൾ ഫോം. ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ ഇസ് എ മൾട്ടി ഡയമെൻഷണൽ അഗ്രിഗേഷൻ ദാറ്റ് യൂസസ് അഗ്രിഗേഷൻ അറ്റ് വേരിയസ് ലെവൽ ഓഫ് ഡാറ്റ ക്യൂബ്
to represent the original data set. That's achieving the data reduction. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ 2018 ക്വാർട്ടർ Q1, Q2, Q3, Q4 ഡിഫറെന്റ് ഡാറ്റ ഉണ്ട്. അതുപോലെ 2019 2020 ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അഗ്രിഗേറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ട് 2018 ടോട്ടൽ ഡാറ്റ, 2019 ടോട്ടൽ ഡാറ്റ, 2020 ടോട്ടൽ ഡാറ്റ എന്ന് സമ്മറൈസ് ചെയ്യാം. അഗ്രിഗേറ്റ് ചെയ്തൊരു ക്യൂബ് ക്രിയേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ അവർ ഡാറ്റ മൈനിങ്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ കംപ്രഷൻ ഇസ് ഈസി ഓൾസോ. നമ്മൾ കംപ്രസ് ചെയ്യാം. ഒറിജിനൽ ഡാറ്റയെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ചെറുതാക്കും. അപ്പൊ അതിൽ കുറച്ച് 2-3 കൺസെപ്റ്റ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഡാറ്റ കംപ്രഷൻ എംപ്ലോയ്സ് മോഡിഫിക്കേഷൻ, എൻകോഡിംഗ് ഓർ കൺവേർട്ടിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ ഇൻ എ വേ ദാറ്റ് കൺസ്യൂംസ് ലെസ് സ്പേസ്. നമ്മുടെ ഡാറ്റയെ നമ്മളൊന്ന് ചെറുതാക്കുക. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, എൻകോഡിംഗ് നടത്തേണ്ടി വരും. എന്തെങ്കിലും ഒരു സ്ട്രക്ചേർഡ് കൺവേർഷൻ അവിടെ സാധ്യതയുണ്ട്. അപ്പൊ ഡാറ്റ കംപ്രഷൻ ഇൻവോൾവ്സ് ബിൽഡിംഗ് എ കോമ്പാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ ബൈ റിമൂവിംഗ് റിഡൻഡൻസി ആൻഡ് റെപ്രസെന്റിംഗ് ഡാറ്റ ഇൻ എ ബൈനറി ഫോം. നമ്മൾ ഇൻഫോർമേഷൻസിലെ റിഡൻഡൻസി ഒക്കെ റിമൂവ് ചെയ്തിട്ട് ബൈനറി ഫോമിൽ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. ഡാറ്റ ദാറ്റ് ക്യാൻ ബി റിസ്റ്റോർഡ് സക്സസ്ഫുള്ളി ഫ്രം ഇറ്റ്സ് കംപ്രസ്ഡ് ഫോം ഇസ് കാൾഡ് ലോസ്ലെസ് കംപ്രഷൻ. അപ്പൊ 2 ടൈപ്പ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അതിനെ തിരിച്ചെടുക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. ആക്ച്വലി കറക്റ്റ് സക്സസ്ഫുള്ളി റിസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോസ്ലെസ് കംപ്രഷൻ എന്ന് പറയുന്നു. നമ്മൾ കംപ്രഷൻ ഡാറ്റ ഇതിനെ ഇങ്ങോട്ട് കംപ്രസ് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് എടുത്തപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക്. പക്ഷേ തിരിച്ച് നമ്മൾ ഡീകംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി ആർ കോൾഡ് ലോസി കംപ്രഷൻ. അപ്പൊ അതിൽ ഡയമെൻഷനാലിറ്റി ആൻഡ് ന്യൂമറോസിറ്റി റിഡക്ഷൻ എല്ലാം നമ്മൾ ഈ ഡാറ്റ കംപ്രഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൂസ്ലെസ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എൻകോഡിംഗ് ടെക്നിക് അലൗസ് എ സിമ്പിൾ ആൻഡ് മിനിമൽ ഡാറ്റ സൈസ് റിഡക്ഷൻ. ലൂസ്ലെസ് ഡാറ്റ കംപ്രഷൻ യൂസസ് അൽഗോരിതം ടു റിസ്റ്റോർ ദ പ്രിസൈസ് ഒറിജിനൽ ഡാറ്റ ഫ്രം ദ കംപ്രസ്ഡ് ഡാറ്റ. അപ്പൊ ലൂസ്ലെസ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് സക്സസ്ഫുള്ളി നമുക്ക് ഒറിജിനൽ ഡാറ്റയിലേക്ക് എത്തണം എന്നുള്ളപ്പോഴാണ് നമ്മൾ ലോസ്ലെസ് കംപ്രഷനിലേക്ക് യൂസ് ചെയ്യുന്നത്. ലോസി കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ലോസി ഡാറ്റ കംപ്രഷൻ, ദ ഡീകംപ്രസ്ഡ് ഡാറ്റ മേ ഡിഫർ ഫ്രം ദ ഒറിജിനൽ ഡാറ്റ ബട്ട് ദേ ആർ യൂസ്ഫുൾ enough to retrieve information them. നമ്മൾക്ക് കറക്റ്റ് ഡാറ്റ ആയിരിക്കും, കറക്റ്റ് ഒറിജിനൽ ഡാറ്റ ആയിരിക്കില്ല, പക്ഷെ ഒരിക്കലും ഒരു നോയ്സി ഡാറ്റയാണ് അല്ലെങ്കിൽ ഒരു മീനിങ്ലെസ് കറപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ് എന്നല്ല പറയുന്നത്. ഒറിജിനൽ ഡാറ്റയായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ JPG ഇമേജ് ഫോമാസ് ഈസ് എ ലോസി കംപ്രഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജിനെ JPG ഇമേജിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഒരു ലോസി കംപ്രഷൻ ആണ്. ബട്ട് വി ക്യാൻ ഫൈൻഡ് എ മീനിങ് ഇക്വലന്റ് ടു ദ ഒറിജിനൽ ഇമേജ് മെത്തേഡ് സച്ച് ആർ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ടെക്നിക്. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു വേവ്ലെറ്റ് ട്രാൻസ്ഫോം ടെക്നിക് ഇല്ലേ, വേവ്ലെറ്റ് ട്രാൻസ്ഫോം ടെക്നിക്, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, അതൊക്കെ ലൂസി കംപ്രഷൻ ആണെന്ന് പറയാം. കറക്റ്റ് ഒറിജിനൽ ഡാറ്റയിലേക്ക് നമുക്ക് എപ്പോഴും എത്തണമെന്നില്ല, പക്ഷേ എങ്കിലും ആ കറക്റ്റ് ആ ഒരു ഡാറ്റയുടെ ബിഹേവിയർ വല്ലാണ്ട് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഡാറ്റ മൈനിങ് പർപ്പസിലേക്ക് അത് യൂസ്ഫുൾ ആണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിനങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ പോർഷനാക്കി ഓരോരോ സബ്ജക്റ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നു എന്നുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും പല സ്റ്റെപ്പിലും ഈ ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ പല ബുക്സിലും ഡിഫറെൻ്റ് ആയിട്ട് കാണാം. എനിവേ നമുക്ക് ഓൾ ഇൻ ഓൾ എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ആ ഡാറ്റ റിഡക്ഷനിലെ ഡയമെൻഷനാലിറ്റി ആൻഡ് ന്യൂമറോസിറ്റി റിഡക്ഷൻ കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് പറഞ്ഞത് ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ ആണ്. ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ നമ്മൾ ഡാറ്റ ക്ലീനിങ്ങിലും നോക്കിയിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതും. ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ടെക്നിക് ഇസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് കണ്ടിന്യൂസ് നാച്ചർ ഇൻ ടു ഡാറ്റ വിത്ത് ഇന്റർവൽ. നമ്മൾ അന്ന് നോക്കിയ ഒരു എക്സാമ്പിൾ പോലെ ഇപ്പോൾ ഏജ് ഇപ്പോൾ 1 to 100 വരെയുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ 1 to 10 വരെയുള്ളതിന് ചൈൽഡ്, 10 to 20 വരെയുള്ളതിന് യങ്, 20 to 50 വരെയുള്ളതിന് മെച്യൂർ, പിന്നെ ഓൾഡ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഇന്റർവെല്ലാക്കി തിരിക്കാൻ പറ്റും. അപ്പം പിന്നെ ആ ഡാറ്റ മാത്രം നമ്മൾ ഫർദർ പർപ്പസിന് യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഡാറ്റ റെഡ്യൂസ് ചെയ്യാം. ഡാറ്റ ക്ലീനിങ്ങിലും അത് വരുന്നുണ്ട് കേട്ടോ. വി റീപ്ലേസ് എനി കോൺസ്റ്റന്റ് വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് വിത്ത് ലാബൽ ഓഫ് സ്മോൾ ഇന്റർവൽസ്. ദിസ് മീൻസ് ദാറ്റ് മൈനിങ് റിസൾട്ട് ആർ ഷോൺ ഇൻ കൺസൈസ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ വേ. ടോപ്പ് ഡൗൺ ഡിസ്ക്രിറ്റൈസേഷനും ബോട്ടം ഓഫ് ഡിസ്ക്രിറ്റൈസേഷനും ഉണ്ട്. ഇഫ് യു ഫസ്റ്റ് കൺസിഡർ one or a couple of points, so called break point or split point, to divide the whole set of attributes and repeat this method up to the end, then the process is
is known as top-down discretization or known as splitting. മറ്റേത് പറഞ്ഞാൽ if you first consider all the constant values as a split point, some are discarded through a combination of neighborhood values in the interval. This process is called a bottom-up discretization. Top-down എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പിൾ ഓഫ് പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 to 100 വരെ ഡാറ്റ ഉണ്ടെങ്കിൽ 1 to 50യും 51 to 100 വരെ രണ്ട് മെയിൻ ബ്രേക്ക് പോയിന്റ് ആക്കും. പിന്നെ അതിനെ ബ്രാഞ്ച് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ടോപ്പ് ഡൗൺ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. മറ്റേത് നമ്മൾ ബോട്ടം ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 1 to 10, 10 to 20 അങ്ങനെ കുറച്ച് കോൺസ്റ്റൻസുകൾ കണ്ടുപിടിച്ചിട്ട് ഒരുപാട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ബേസ് ചെയ്ത് തിരിച്ചു പോരുന്നതിനെയാണ് നമ്മൾ ബോട്ടം ഓഫ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഡാറ്റ റിഡക്ഷനിലെ 3 മെയിൻ മെത്തേഡുകൾ നമ്മൾ നോക്കി. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, ന്യൂമറോസിറ്റി റിഡക്ഷൻ ആൻഡ് ഡിസ്ക്രിറ്റൈസേഷൻ ഓപ്പറേഷൻ. പല ബുക്കിലും നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് കാണാം. ഒരുപാട് കോമൺ നോക്കിയിട്ട് ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇഫ് എനി മിസ്റ്റേക്സ് യു ക്യാൻ പോയിന്റ് ഔട്ട് മീ. ഓക്കെ, ഐ വിൽ കറക്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.